മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നേതാക്കളുമായി ഹൈക്കമാൻഡിന്റെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് 4 മണിക്ക്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷനും ഹൈക്കമാൻഡിനെ കാണാൻ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ ചർച്ചകൾ നടക്കാനിരിക്കെ സംസ്ഥാനത്തുടനീളം ഇന്നും ഫ്ലെക്സ് പോരാണ്. വി.ഡി. സതീശനെയും KC വേണുഗോപാലിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധയിടങ്ങളിൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ചുള്ള പ്രതിഷേധങ്ങളും ഇന്നുണ്ടായി. അണികൾ തെരുവിൽ ഏറ്റുമുട്ടുന്നതിൽ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ രംഗത്തെത്തി. ഫ്ലക്സിൻ്റെ എണ്ണം കൂടിയതുകൊണ്ടോ ജാഥകൾ കൂടിയതുകൊണ്ടോ ഒന്നും തീരുമാനമാവില്ല. തീരുമാനമാവണമെങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകണം. അത് ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാവുമെന്നാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരം. അവരാരും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഫ്ലക്സിൽ തുപ്പുന്നവരുടെയൊക്കെ അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സീനിയോറിറ്റി ഒന്നും പാർട്ടിക്കകത്ത് പലപ്പോഴും നോക്കിയിട്ടില്ലല്ലോ. സീനിയോറിറ്റി ഒന്നും പ്രശ്നമൊന്നുമല്ല. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കണം, ഘടകകക്ഷികളുടെ അഭിപ്രായം നോക്കണം. ഇതൊരു സിംഗിൾ പാർട്ടി ഗവൺമെൻറ് അല്ല, ഇതൊരു കൊയിലീഷൻ ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായും ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടെ ആരായി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കയറി. മാത്രമല്ല, ഫ്ലെക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. ഞാൻ ചോദിക്കട്ടെ, സീറ്റ് കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചവരെ ഞാൻ കണ്ടല്ലോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ജയിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അടുത്ത് പോയി ആ ശവകുടീരത്തിൽ കണ്ണീരൊഴുക്കുന്ന ഞാൻ കണ്ടു. ജയിച്ചു കഴിഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വീണ്ടും അവിടെ പോയവരുണ്ട്. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ചന്നം ചിഹ്നമാക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം മിണ്ടിയോ? ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, R. ശ്രീജിത്ത് എന്നിവർ ചേരുന്നു. ആദ്യം ഡൽഹിയിലേക്ക് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, 4 മണിക്കാണ് നിർണായകമായ കൂടിക്കാഴ്ച ഹൈക്കമാൻഡുമായി. ഈ 4 നേതാക്കളെയും KPCC പ്രസിഡന്റും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിമുള്ള 3 നേതാക്കളെയും ഒരുമിച്ചിരുത്തി ഒരു സമവായത്തിലേക്ക്, സമന്വയത്തിലേക്ക്, അഭിപ്രായ സമന്വയത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് എളുപ്പമാകുമോ? എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്രൊസീജിയർ? ഗൂഗിൾ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള നിർണായകമായ യോഗം അത് ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ചേരുന്നത്. രാജാജി മാർഗിലെ 10ാം നമ്പറിലുള്ള AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ഔദ്യോഗിക വസതിയിലായിരിക്കും ഈ യോഗം ചേരുക. ഈ യോഗത്തിൽ പ്രധാനമായും കേരളത്തിൽ നിന്നും ഈ ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്ന 3 നേതാക്കൾ രമേശ് ചെന്നിത്തല, V.D. സതീശൻ, ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. മല്ലികാർജുൻ ഖാർഗെയ്ക്കൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ സംസ്ഥാനത്ത് എത്തി MLA-മാരുമായി സംസാരിച്ച അവരുടെ നിലപാടറിഞ്ഞ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കമാൻഡിന്. ഇന്നെന്തായാലും അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചത് ഹൈക്കമാൻഡ് ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നും സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന ആത്മവിശ്വാസം തനിക്കുണ്ട് എന്നുള്ളതുമാണ്. ഒപ്പം തന്നെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന ഈ ഫ്ലക്സ് യുദ്ധം അത് അണികൾ ഒഴിവാക്കണം എന്നുള്ള നിലപാടും, അത് ശരിയല്ല എന്നുള്ളൊരു നിലപാടും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും ഇനി തീരുമാനം ഹൈക്കമാൻഡ് തന്നെയാണ് എടുക്കേണ്ടത്. ഇന്ന് ഈ 3 നേതാക്കൾ, അതിൽ ഒപ്പം തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള 4 പേരെയും ഒന്നിച്ചിരുത്തിയായിരിക്കും ഈ ഹൈക്കമാൻഡ് നേതൃത്വം ഈ വിഷയം ചർച്ച ചെയ്യുക. അതിനുശേഷം ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഈ നേതാക്കളെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഈ ചർച്ചകൾ സമവായത്തിലെത്തുകയാണെങ്കിൽ തീരുമാനം ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. വീണ്ടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ ചർച്ച നടത്തുകയും അപ്പോഴും ഈ തർക്കങ്ങൾ തുടരുകയാണ് എങ്കിൽ കാര്യങ്ങൾ പിന്നീട് സോണിയാഗാന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ MLA-മാർ നൽകിയ അല്ലെങ്കിൽ MLA-മാരുടെ വോട്ട് പരിഗണിച്ചാണെങ്കിൽ KC വേണുഗോപാലിന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. അതേസമയം ഈ പൊതുജനാഭിപ്രായം അത് V.D. സതീശൻ അനുകൂലമാണ് എന്ന തരത്തിലാണ്. അത്തരത്തിലുള്ള പ്രചരണം സമൂഹ മാധ്യമങ്ങളിലും സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന പ്രകടനങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ട്. ശരി ബൽറാം, ഏതായാലും എല്ലാ കണ്ണും ഡൽഹിയിലേക്കാണ്. ഇനി തീരുമാനം ഹൈക്കമാൻഡ് എന്ന് പറയുന്നു. ഒറ്റ സിറ്റിംഗിൽ ഈ 4 നേതാക്കളെയും കൂട്ടിയിരുത്തി ഒറ്റ ചർച്ചയിൽ സമന്വയത്തിലേക്ക് എത്താനാകുമോ എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.